വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടാണോ തീരുമാനമെടുത്തിരിക്കുന്നത്? വലിയ രീതിയിലൊക്കെ പ്രതിഷേധത്തിലേക്ക് പോകാനാണ് തീരുമാനം എടുത്തിരിക്കുന്നത്. ഇതിന് ഒരു പരിഹാരം കണ്ടില്ലെങ്കിൽ ഇത് സമരം തുടരുക തന്നെ ചെയ്യും. അഞ്ച് മരണങ്ങളോളമായി. ഇപ്പോൾ ഒന്ന് രണ്ടും അല്ല, ഇത് 5-6 മരണങ്ങളായി. ഇതിനൊരു തീരുമാനം ഇതുവരെയായിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നോ ഒന്നിന്നും ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഇതിനൊരു പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാകുകയാണെങ്കിൽ ഞങ്ങൾക്കത് പ്രശ്നമല്ല. കാരണം ഇതിപ്പോൾ ഒന്നല്ല, 6 കുടുംബങ്ങളാണ്. ഈ 6 കുടുംബങ്ങളുടെ കാര്യം ചിന്തിക്കണ്ടേ? അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഇതൊന്ന് പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാക്കി തരണമെന്ന് താഴ്മയായിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കുകയാണ്. ഇപ്പോഴും ഇവിടെ അടുത്ത പ്രദേശത്ത് കാട്ടാനകൾ നിൽക്കുന്നു, ഇഷ്ടം പോലെ നിൽപ്പുണ്ട്. കുറേ കാട്ടാനകൾ എല്ലാ ഭാഗങ്ങളിലായിട്ട്, അതായത് ഇപ്പോൾ പൂപ്പാറ സൈഡിലാണെങ്കിലും ഇതേപോലെ തന്നെ നയമക്കാട് ഭാഗത്തിലാണെങ്കിലും ചിന്നാർ ഭാഗത്തിലാണെങ്കിലും എല്ലാ സ്ഥലത്തും തന്നെ ഈ കാട്ടാനകളുടെ ഹൈറേഞ്ച് മൊത്തം. അപ്പോൾ ഇതിന് പോകാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. വന്യമൃഗങ്ങൾ എപ്പോഴും നാട്ടിൽ കൂടെ നടക്കുകയും ആളുകൾക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത ഈ ടൗണിൽ കൂടെ ഇറങ്ങുന്ന ഒരു സിറ്റുവേഷൻ വരെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിന് ഫോറസ്റ്റുകാർ അതിനെ നിയന്ത്രിക്കുകയോ ഒന്നും ചെയ്യാത്തതാണ് ഇപ്പോൾ ഈ മരണം സംഭവിച്ചത്. നയമക്കാടിൽ ഈ സംഭവിച്ചപ്പോൾ തന്നെ അതിനൊന്ന് നിയന്ത്രിക്കുകയാണെങ്കിൽ ഈ മരണം സംഭവിക്കില്ലായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് നോക്കണം. മനുഷ്യൻ്റെ ജീവനാണ് ഈ പൊളിഞ്ഞേക്കുന്നത്. ഇനി പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ സമരം. ഇതിന് നല്ല പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ ഞങ്ങൾ ഈ സമരത്തിൽ നിന്ന് പിന്മാറില്ല. പിന്നെ ഈ കാട്ടാനകളുടെ കഴിഞ്ഞ പ്രാവശ്യം കാട്ടാനകളെ ഓടിക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്. അതായത് ജനങ്ങളുടെ മേളിൽ കേസെടുക്കുകയും കൊലക്കുറ്റത്തിന് കേസെടുക്കുക ജാമ്യമില്ലാ വകുപ്പൊക്കെയാണ് എടുക്കുന്നത്. ഇപ്പോൾ ഈ ആന ഇങ്ങനെ ചവിട്ടിക്കൊല്ലുന്നു, ഒരു ഇതും പോലും എടുക്കുന്നില്ല. ആനയുടെ മേളിലോ അല്ലെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തോ ഒന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിനൊരു തീരുമാനം ഉണ്ടാവണം പെട്ടെന്ന് തന്നെ. അപ്പോൾ ഇത് ഒരു മൃഗത്തെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അപ്പം തന്നെ ഭയങ്കര പ്രശ്നമാണ്. ഞങ്ങളുടെ മേളിൽ കേസെടുക്കുക, പ്രശ്നം ഉണ്ടാക്കുക. ഉത്തരവാദിത്വം ഇല്ലേ ജനങ്ങളോടുള്ള ഉത്തരവാദിത്തം? ഞാൻ അവിടെ വയനാട്ടിൽ വന്ന കേന്ദ്രമന്ത്രി ഈ മൃഗങ്ങളെ കൊല്ലാൻ മനുഷ്യരെ ഉപദ്രവിക്കുന്ന മൃഗങ്ങളെ കൊല്ലാനുള്ള ഉത്തരവ് കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. കേന്ദ്രമന്ത്രിയാണ്, കേരള സർക്കാരല്ല ഇതിന് മധ്യ സർക്കാരാണ്, കേന്ദ്രമന്ത്രിയാണ് ഇതിന് കാരണക്കാരൻ. അല്ലെങ്കിൽ ഈ ആനയെ ഓടിക്കുമായിരുന്നു. അവിടെ വയനാട്ടിൽ പുള്ളി വന്ന് പറഞ്ഞിട്ട് പോയത്. കേന്ദ്രമന്ത്രിയാണ് പറഞ്ഞിട്ട് പോയത്. കേന്ദ്ര നിയമമാണ് ഇതിന് ബാധകമായിരിക്കുന്നത്. കേന്ദ്ര നിയമമാണ് ഇതിന് കാരണം, ഇതിനെല്ലാത്തിനും കാരണക്കാരൻ. ഇവിടെ കേരള സർക്കാർ 12 കോടി രൂപ ഇവർക്ക് വേണ്ടി ഒതുക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ കേന്ദ്ര സർക്കാർ 1 രൂപ പോലും ഒതുക്കിയിട്ടില്ല. ആനകളെ മാറ്റത്തില്ലെന്നാണ് പറയുന്നത് പുള്ളി. മനുഷ്യർ മാറിപ്പോയിക്കോളെന്നാണ് പറയുന്നത്. അങ്ങനത്തെ നിയമമാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതിനൊരു തീരുമാനമാകുന്നത് മധ്യ സർക്കാരാണ്, കേന്ദ്ര സർക്കാരാണ് തീരുമാനിക്കേണ്ടത്. പ്രതിഷേധം ഇതുപോലെ തുടരുവാനാണ്. അതെ, ഇതിലും ശക്തമായി തുടരും. വന്യമൃഗങ്ങളിൽ അതിനെ നിയന്ത്രിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാ ആവശ്യം. ഈ മൂന്നാറുകാരുടെ ആവശ്യം ഈ മൃഗങ്ങളെ നിയന്ത്രിക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ പിന്നെ ജനങ്ങൾ ഇറങ്ങി നിയന്ത്രിക്കേണ്ട ഗതികേടിലേക്ക് വരുത്തരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണം. ഞങ്ങൾക്ക് ഈ മണ്ണ് വിട്ട് പോകാനൊന്നും പറ്റില്ല. അവർ വിചാരിച്ചാലൊന്നും ഒരു ആണയും ചവിട്ടിയാലൊന്നും ഞങ്ങൾ ഇവിടെ നിന്ന് പോകില്ല. ഞങ്ങൾ ഈ മണ്ണിൽ ജനിച്ചവരാണ്. ഞങ്ങൾ ഇവിടെ തന്നെ ജീവിക്കും. അതിന് മൃഗങ്ങളെ നിയന്ത്രിച്ചില്ലെങ്കിൽ ഞങ്ങൾ നിയന്ത്രിക്കേണ്ടി വരും. ആ ഗതികേടിലേക്ക് വരരുത്.